لله والصلاة والسلام على سيدنا محمد وآله അറാബി അഥവാ ബദുവായ മനുഷ്യൻ മദീനയിൽ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിക്കുന്ന കാലത്ത് ഓരോ ദിവസം താഴോട്ട് മലീന്നൊക്കെ ഇറങ്ങി വന്നിട്ട് ഒരു തീരുമാനം, ഇന്ന് ഞാൻ ഈ റസൂൽ അള്ളാഹുവിൻ്റെ ദൂതനാണെന്ന് പറയുന്ന ആളെ ഒപ്പം കൂടും, ഞാൻ എന്നിട്ടൊന്ന് പരിശോധിക്കും, എനിക്ക് അവരെ പറ്റി ഒന്ന് മനസ്സിലാക്കണം. അങ്ങനെ ആ അറാബിയായ മനുഷ്യൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തെരഞ്ഞു പിടിച്ചു. അപ്പം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഉമർ റളിയല്ലാഹുവിൻ്റെയും ഇടയിലായി ഇങ്ങനെ നടന്നു പോലും, മൂന്നാളും പാടെ അങ്ങനെ നടന്നു പോലും. നടന്ന് പോലും പോയത് ഒരു പെരീക്കാണ്. ആ പെരയിൽ ചെന്ന് നോക്കിയപ്പോ ആ പെരയിൽ ഒരു ചെറുപ്പക്കാരൻ കുട്ടി മരിച്ചാൽ കൊടുക്കുക. ആ പെരക്കാരനായ അച്ഛൻ ഒരു ജൂതവിശ്വാസികളാണ്, തൗറാത്ത് വായിക്കുന്നുണ്ട്. പൂർവവേദങ്ങളിൽപ്പെട്ട തോറ, അന്ത്യ ശുശ്രൂഷകൾ എന്ന് പറഞ്ഞിട്ട് പരിപാടി ഉണ്ടാവും. അതുപോലെ വേദം വായിക്കും. നമ്മളെ മരിപ്പിന്റെ സമയത്ത് ഖുർആൻ ഓതണം പറഞ്ഞാല് ഈ ഖുർആൻ പകരം തോറയെ അങ്ങനെ വായിക്കും. അങ്ങനെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് കണ്ടപ്പോ അയാളോട് ചോദിച്ചു, അൻഷുദുക ബില്ലാഹില്ലദീ അൻസലത് തൗറാത്ത ഹൽ തജിദു ഫീഹാ മഖ്റജി വസിഫതി എന്ന് ചോദിച്ചു. അല്ലാഹുവിനെ മുൻനിർത്തി എന്നോട് ഞാൻ ചോദിക്കുന്നു. തൗറാത്ത് വായിക്കുന്ന ജൂതനായ അച്ഛനോടാണ് ചോദ്യം. ഹൽ തജിദു ഫി തൗറാത്തി മഖ്റജി വസിഫതി, എൻ്റെ ഈ തൗറാത്ത് എന്ന ഈ വേദഗ്രന്ഥത്തിൽ ഞാനിങ്ങനെ മക്കത്ത് വരും, ഇസ്ലാമിക പ്രബോധനന്റെ അവസാന പ്രബോധകനായി വരും, എൻ്റെ സിഫത്ത്, വിശേഷണങ്ങൾ, ക്വാളിഫിക്കേഷനുകൾ ഇതൊക്കെ ഇന്നതും ഇന്നതാണെന്ന് ഈ ബുക്കിലുണ്ടോ? തൗറാത്ത് വായിച്ചു കൊണ്ടിരിക്കുന്ന ആളോട്. അപ്പൊ ആ ആള് പറഞ്ഞു, തലകൊണ്ടെങ്ങനെ ഇല്ല എന്ന നിഷേധ തരത്തിൽ പറഞ്ഞു, ഇല്ല എന്ന് പറഞ്ഞു. ഉടനെ തന്നെ ഈ സോക്കടായി മരിക്കാൻ മരണത്തിനോട് മല്ലടിച്ച് കിടക്കുന്ന കുട്ടി, ചെറുപ്പക്കാരനായ ആകെയുള്ള കുട്ടിയാണ്. ആ കുട്ടി ആള് സംസാരിച്ചു, അജിദു ഫി തൗറാത്തി മഖ്റജക വസിഫതക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് ഒറ്റ പറച്ചില. ആ കുട്ടി പറഞ്ഞത്, തൗറാത്തിൽ നിങ്ങൾ വരുമെന്നും നിങ്ങളുടെ വിശേഷണങ്ങൾ ഇന്നതാണ്, മക്കയിൽ വരും, മദീനയിൽ ഹിജ്റ പോവും, ഇനി രൂപം ഭാവങ്ങളൊക്കെ ഉണ്ടാവും എന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ ഈ തൗറാത്ത്. അച്ഛനെതിരായിട്ട് സൂക്കടായി ജീവൻ പോകാൻ കിടക്കണ ചെറുപ്പക്കാരൻ സംസാരിക്കുകയും എന്ന് മാത്രമല്ല, ഷഹാദത്ത് കലിമയിൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. അച്ഛനാകെ വിഷണ്ണനായി. ഇത് കേട്ടപ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഖീമുൽ യഹൂദ അൻ അഖീകും, ഇപ്പൊ നമ്മളെ മെമ്പറായിട്ടുണ്ട്. ഈ ചെറുപ്പക്കാരൻ
മരണശയ്യയിൽ വെച്ച് നമ്മളെ ഇസ്ലാമിലെ മെമ്പറായതുകൊണ്ട് ഇനി ജൂതന്മാരോടൊക്കെ അവിടെ നീച്ചു പോകുമ്പോൾ അവൻ്റെ അന്ത്യകർമ്മങ്ങൾ നേതൃത്വം കൊടുക്കേണ്ടത് നമ്മളാണ് എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയും ആ കുട്ടിയെ ഒളിപ്പിക്കുന്നതിനും കഫൻ ചെയ്യുന്നതിനും നിസ്കരിക്കുന്നതിനും അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേതൃത്വം നൽകുകയും ചെയ്തു എന്നാണ് ചരിത്രം. ഞാൻ പറഞ്ഞു വന്നത് സർവപൂർവ വേദഗ്രന്ഥങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരും എന്നുണ്ട്. ഇഞ്ചീലിൽ പറഞ്ഞത് യഅ്തി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ് എന്ന നബി വരുന്നതാണ്. വേറെ വേദഗ്രന്ഥങ്ങൾ എനിക്ക് ശേഷം നിങ്ങൾക്ക് ഒരു കാര്യസ്ഥൻ വരും എന്നാണ്. വേറെ ചില വേദഗ്രന്ഥങ്ങളിൽ പാറക്കലീത്ത് വരും എന്നാണ്. പാറക്കലീത്ത് എന്ന പ്രവാചകൻ എന്നാണ് ഇതിന്റെ അർത്ഥം. ഇങ്ങനെ സിറിയാനിയിലും ഹിബ്രുവിലും ഇബ്രാനിയിലും വ്യത്യസ്ത ഭാഷകളിൽ അവതരിക്കപ്പെട്ട പൂർവ വേദഗ്രന്ഥങ്ങളിലെല്ലാം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു വരവിനെ കുറിച്ച് അത്യാഹ്ലാദത്തോടുകൂടെയും വളരെ ആവേശത്തോടുകൂടെയും അവതരിക്കപ്പെട്ടിരുന്നു. അങ്ങനത്തെ പ്രവാചകരുടെ അനുയായികളാണ് നമ്മൾ. അല്ലാഹു നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ അത് ഒരു താൽക്കാലികമായി വന്നു പോയവരല്ല. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു വേദഗ്രന്ഥങ്ങൾക്ക് പറഞ്ഞത് വേദത്തിന്റെ ആളുകളാണ് പൂഴ്ത്തി വെച്ചതാണ്. ഇപ്പൊ നിലവിലുള്ള വേദഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞതൊക്കെ വെട്ടിപ്പും തട്ടിപ്പും പൂഴ്ത്തി വെക്കലും മുറിച്ചെടുക്കലും എല്ലാം ഉള്ള ഏതാണ് ഗ്രന്ഥങ്ങളായാണ് അറിയപ്പെടുന്നത്. പഴയ കാലത്തുള്ള ഇതിന്റെ പതിപ്പിലൊക്കെ ഈ സംഭവം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എന്നാണ് എല്ലാവരും പറയുന്നതും അനുഭവവും അങ്ങനെയാണ്. ഇപ്പൊ നിലവിലുള്ള ആളുകൾ അതറിയില്ല. അതുകൊണ്ട് അവസാന പ്രവാചകർ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങളാണെന്നുള്ള ആ പ്രഖ്യാപനം എല്ലാവരും ഒരു കാലത്ത് പറഞ്ഞിരുന്നു. പിന്നീട് പരതായി മാറി എന്നാണ് ചരിത്രം. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ 3 സലാത്തിലാണ് അല്ലാഹുമ്മ സ്വല്ലി സലാത്തൻ കാമില വസല്ലിം സലാമൻ താമൻ അലാ സയ്യിദിനാ മുഹമ്മദിൻ الذي تنحل بالعقد وتنفرج بالكرب وتقضى بالهوائج وتنال الرغائب وحسن الخواتم ويستسقى الغمام بوجه الكريم وعلى آله وصحبه في كل لمحة ونفس بعد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الهوائج وتناله الرغائب وحسن الخواتم ويستسقى الغمام بوجه الكريم وعلى آله وصحبه في كل لمحة ونفس بعد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الهوائج تناله الرغائب وحسن الخواتم ويستسقى الغمام بوجه الكريم وعلى آله وصحبه في كل لمحة ونفس بعد كل معلوم لك. وصل على جميع الأنبياء. الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا. الله